അവസാനത്തെ വചനത്തിൽ വാക്യത്തിൽ ദൈവം കുടുംബത്തെ കൂട്ടിയോജിപ്പിച്ചു. ഇനിമേൽ നിങ്ങൾ രണ്ടല്ല, പിന്നെന്താണ്? പറ. രണ്ടല്ല, രണ്ടായിട്ടിരിക്കുന്നോണ്ടാണോ പറയാൻ പറ്റാത്തത്? ഇനിമേൽ രണ്ടല്ല, പിന്നെ ഒറ്റ ശരീരമായിരിക്കും. ഇതാരുടെ പദ്ധതിയാ? പറ. ഇത് ദൈവത്തിന്റെ പദ്ധതിയാ. അപ്പൊ പിശാചിന്റെ പദ്ധതി എന്തായിരിക്കണം? ഉറക്കെ പറ, വേഗം പറ, സമയമില്ല, നമുക്ക് കുറച്ച് സമയമുള്ളൂ. ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണെന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി എങ്കിൽ പിശാചിന്റെ പദ്ധതി എന്തായിരിക്കണം? നിങ്ങൾ ഒന്നല്ല രണ്ടാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എവിടെ നിന്ന്? കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. ഇപ്പോഴാ പുള്ളിക്കാരത്തേക്ക് സുബോധം ഉണ്ടാവുമെന്ന് പറയുന്നത്. ഞാനേ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. എൻ്റെ അപ്പനും അമ്മയും തന്നതാ. അറിയാമോ? 15 വർഷം ഇവിടെ കടന്ന് ഫുഡ് അടിച്ചതൊന്നും കണക്കില്ല. ഇവിടെ ഒന്നുമില്ല. പിശാച് ഇങ്ങനെയാണ്. കൃത്യമായ ദൈവിക പദ്ധതികളെ ഒരു ദാമ്പത്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ ഇനിമേൽ രണ്ടല്ല ഒന്നാണെന്നുള്ള പദ്ധതിയെ പിശാച് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് പൊളിക്കും. നിങ്ങൾ എത്ര അതുകൊണ്ടാണ് കർത്താവ് ജാഗരൂകതയോടെ ഇരിക്കെ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, പ്രലോഭനങ്ങൾ വീഴാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഈ ദമ്പതിമാരുടെ അടുത്തും അല്ലാത്തതൊക്കെ കർത്താവ് പറയുന്നതിന് കാരണം എന്താ? പിശാചിന്റെ ഈ വഞ്ചനയിൽ വീഴാതിരിക്കാനാണ്. ഉണർന്നിരിക്കുന്ന പ്രാർത്ഥിക്കാത്ത ദമ്പതിമാരെ പിശാച് അവന്റെ വഞ്ചനയിൽ വീഴിക്കും. ഹല്ലേലൂയ. ചുറ്റും നോക്കിയാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, കുടുംബത്തിൽ തന്നെ നോക്കിയാൽ മതി. ഏതെല്ലാം മേഖലകളിലാണ് ഇന്ന് പിശാച് ദാമ്പത്യ ബന്ധത്തെ വിഭജിക്കുന്നതെന്നറിയാവോ? എന്തെല്ലാം നിസ്സാര കാര്യങ്ങൾ പറഞ്ഞാണ് ഇന്ന് ദാമ്പത്യ ജീവിതത്തെ തകർക്കാൻ പിശാച് ചെയ്യുന്നതെന്ന്, കെണിയൊരുക്കുന്നതെന്ന് ഇന്ന് ദൈവമക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റണില്ല. ഓരോരോ കാര്യങ്ങൾ കുടുംബത്തിൽ സംഭവിക്കുമ്പോ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാൻ ഒരു ആത്മീയ മനുഷ്യന് പറ്റില്ല. കാരണം ഒരു ദാമ്പത്യത്തിന്റെ മേൽ, ഒരു കുടുംബത്തിന്റെ മേൽ പിശാചിന് കൃത്യമായ ടാർഗറ്റ് ഉണ്ട്, ലക്ഷ്യമുണ്ട്. ഇനിമേൽ നിങ്ങൾ ഒന്നല്ല രണ്ടാക്കണം എന്നുള്ള ലക്ഷ്യം. ഇതറിയാത്തതുകൊണ്ട് സംഭവിക്കുന്നത് എന്നാണെന്നറിയാമോ? ഇന്ന് കുറെ ടീമുകൾ ഈ പിശാചിന്റെ വഞ്ചനയിൽപ്പെട്ടിട്ട് ഒരുത്തി കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിയുന്നതിന് മുമ്പേ പോയി, വീട്ടിലേക്ക് പോയി, കെട്ടും കിടക്കൊക്കെ എടുത്ത് പോയി. കാരണം എന്താണെന്നറിയാമോ? കാരണം വീട്ടിൽ വന്നപ്പോ, കെട്ടിക്കേറിയ വീട്ടിൽ വന്നപ്പോ അവളുടെ അടുത്ത് മിറ്റം അടിക്കാൻ പറഞ്ഞു. വലിയ കാര്യമായിപ്പോയി, പോയി നിർത്തി പോയി. ദാരിസ്വലിൽ വന്നിട്ട് ഈ സഹോദരി പറഞ്ഞെന്നാന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മധ്യസ്ഥന്മാരായിട്ട് നിൽക്കേണ്ട അവസ്ഥ വരുമല്ലോ. ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ, എൻ്റെ അച്ഛൻ അറിയാവോ, ഇതുവരെ എൻ്റെ വീട്ടിൽ ഞാൻ മിറ്റം അടിച്ചിട്ടില്ല. ഇത് പാറ കുഴപ്പത്. ഇന്ന് വരെ എൻ്റെ അപ്പനമ്മേ ഞാൻ തിന്ന പാത്രം കഴുകാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ ആർക്കിട്ടാ കൊടുക്കണ്ടേ? ഇന്ന് വരെ കിച്ചണിൽ കയറി ഞാനൊരു പണിയെടുത്തിട്ടില്ല. നല്ല കാര്യമായിപ്പോയി. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ഇവിടത്തെ അന്തരീക്ഷം അങ്ങനത്തെ ഒരു അന്തരീക്ഷം അല്ല. എല്ലാവരും കൂടി ഒരുമിച്ച് പണിയെടുക്കും, എല്ലാവരും ഒരുമിച്ച് കുടുംബത്തിന്റെ കാര്യം നോക്കും, എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഇവിടെ വന്ന് ഇവൾക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അതുപോലെ സാമ്പത്തിക ശേഷിയും, വീട്ടിൽ 2 പേര് ജോലിക്ക് നിൽക്കുന്നോട് ഇവളെന്ത് പണിയെടുക്കാനാ? 2 കൂലിക്കാരുണ്ട്, രാവിലെ മുതൽ വൈകിട്ട് വരെ തുണി അലക്കാൻ, പാത്രം കഴുകാൻ, ഭക്ഷണം പാകം ചെയ്യാൻ, തുണി തേക്കാൻ, മിറ്റം അടിക്കാൻ, എല്ലാത്തിനും 2 ജോലിക്കാരുണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മറ്റൊരു അന്തരീക്ഷത്തിൽ വന്നപ്പോ ഇതൊന്നും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ വീട്ടിൽ വന്ന് നിൽക്കുക. കാരണം എനിക്കിതൊന്നും ശീലമില്ല. ഹല്ലേലൂയ. ശ്രമമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അത്ര തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇതൊന്നും ശീലമില്ല. ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പദ്ധതിയാ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടല്ല ഒന്നാ. അതിനെങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ്. ഞാൻ ഓർക്കുകയാണ്, കരിസ്മനില് ഒരു സായനത്തിൽ ഇതുപോലെ രാത്രി ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പുറത്തേക്ക് പോകാൻ നേരത്ത് ഒരു സഹോദരൻ ഇങ്ങനെ ഓടി കതച്ചുകൊണ്ട് രാത്രി വരുക. ഇതിന്റെ വട്ടും പാവം കണ്ടപ്പോ ഞാൻ ചോദിച്ചത്, എന്നാ പറ്റി?
വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാനിങ്ങനെ വഴി പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അനീഷച്ചൻ അവിടെ ഇരുന്ന് മറ്റേതോ കേസ് ഇതുപോലെ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോഴേക്കാണ് ഓടി വരുന്നത്. രാത്രി 7 മണി സമയം അങ്ങോട്ടായി. ഇങ്ങോട്ട് വന്ന് ഞാൻ ചോദിച്ചു എന്നാ പറ്റി? അപ്പോഴേക്കും സഹോദരി പറഞ്ഞു, ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ഗാഡസന് പ്രാർത്ഥിച്ച് വിടാലോ എന്നാ കരുതി ചോദിച്ചു. പിശുർ ഓടി വന്നു പറഞ്ഞു, എനിക്ക് ഡൈവോഴ്സ് വേണം. എന്തോ ഡൈവോഴ്സ് വേണം? ഞാൻ എന്നെ തന്നെ നോക്കി, നമ്മൾ തന്നെ മറ്റേ ഡൈവോഴ്സ് കൊടുക്കുന്ന ആളുമല്ലാണ്, വല്ല എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പം ഞാൻ സംഭവം നോക്കിയപ്പോൾ ഇത് ഒരു വെടിക്ക് പോകുന്ന കേസല്ല എന്ന് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഡൈവോഴ്സ് കൊടുക്കുന്നത് ആ മുറിയിലിരിക്കുന്ന ടീമാണ് ഡൈവോഴ്സ് കൊടുക്കുന്നത്. ആ മുറിയിലിരിക്കുന്ന ഉള്ളിലിരുന്നു പുറത്തിരുന്ന് വെയിറ്റ് ചെയ്തോ. അപ്പം അതിനുള്ളിൽ ഒരു ഡൈവോഴ്സിൻ്റെ കാര്യം നടന്നുകൊണ്ടിരിക്കും. അവർക്ക് കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കും. അടുത്തത് ചേച്ചിയുടെ കേസ് വിളിക്കും. അത് കഴിയുമ്പോൾ അച്ഛൻ എല്ലാം റെഡിയാക്കി തരും, ഡൈവോഴ്സൊക്കെ തരും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോയി പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് അച്ഛനായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാനുള്ളൊരു ആശങ്കയുണ്ടല്ലോ. ഈ ടീമിനെ എങ്ങനെ സെറ്റിൽ ചെയ്യുന്നത് അച്ഛൻ അറിയത്തില്ല, നമ്മൾ വഴിക്ക് വെച്ച് കണ്ട കേസാണെന്ന്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചേച്ചി ഇങ്ങനെ ഓടിക്കത്തിച്ച് വരുന്നുണ്ടായിരുന്നല്ലോ ഒരു 7 മണിയായ സമയത്ത്. എന്നായിരുന്നു പ്രശ്നം? എന്നായിരുന്നു? അപ്പം അന്വേഷിച്ചും പറഞ്ഞു ഡൈവോഴ്സിന് വേണ്ടിയാണ് വന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചു, അച്ഛൻ കൊടുത്തോ? അച്ഛൻ ഡൈവോഴ്സ് വല്ലതും കൊടുത്താണോ വിട്ടെ? ഞാൻ ചോദിച്ചു കാരണം എന്നാന്ന് ചോദിച്ചു. കാരണം പറഞ്ഞാണ്, ഈ ഇവിടെ എന്നാണോ അതിന് പറയുന്നത്, ബോണ്ട എന്ന് പറയുന്ന സാധനം അറിയോ? അത് തന്നെയാണോ ഇവിടെ പറയുന്നത്? ചിലയിടത്ത് ഉണ്ടംപൊരി എന്ന് പറയും, ചിലത് ബോണ്ട എന്ന് പറയും. നിങ്ങളത് തന്നെയാണോ പറയുന്നത്? നന്നായി, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. വൈകിട്ട് കെട്ടിയോ വന്നപ്പോൾ ബോണ്ട മേടിച്ചു കൊടുത്തില്ലെന്നും അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നേക്കോ, ഡൈവോഴ്സ് വേണമെന്നും പറഞ്ഞു. ബോണ്ട കിട്ടാത്തതിന്റെ പേരിൽ ഡൈവോഴ്സ് വേണം. ഞാൻ അല്ലെങ്കിൽ ബോണ്ടയും ഡൈവോഴ്സ് തമ്മിൽ എന്ത് ബന്ധം? കാരണം ഇത്രേ ഉള്ളൂ. അന്വേഷണം ചോദിച്ചപ്പോൾ വീട്ടിൽ അമ്മയും പെങ്ങളും ആരാണ്ടൊക്കെ ഉണ്ട്. ഇവര് പിറ്റേ തലേ ദിവസം കണ്ട് ചോദിച്ചു, മേടിച്ചു കൊടുത്തു. പിറ്റേ ദിവസം ഇവള് പറഞ്ഞു ഒരു ബോണ്ട മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. കെട്ടിയോ വന്നപ്പോൾ മേടിച്ചു കൊണ്ടുവന്നില്ല. ഇത്രേ ഉള്ളു കാര്യം. കണ്ടാ, ഇറങ്ങി പോന്നേക്കുവാ. കാരിസ്മ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡൈവേഴ്സ് കൊടുക്കുന്ന ധ്യാന കേന്ദ്രം എന്ന് വിചാരിച്ചാൽ കണ്ട രാത്രി നട്ടപ്പാതിലേക്ക് 7 മണിയായ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നേക്കുവാ, ഡൈവേഴ്സും വേണമെന്നും പറഞ്ഞുകൊണ്ട്. പിശാച് ആദ്യം മനസ്സിലേക്ക് കൊണ്ടൊരു ചിന്ത, ജീവിതത്തിൽ ദാമ്പത്യത്തിൽ പിശാച് പ്രവർത്തിക്കുമ്പോ പിശാച് ആദ്യം ദമ്പതിമാരെ തമ്മിൽ അകറ്റാൻ പരിശ്രമിക്കും. അത് ശ്രദ്ധിക്കുക. അതെങ്ങനെയാണെന്ന് ചോദിക്കരുത്. പിശാച് ഏത് വഴിക്കും ഏത് രീതിയിൽ വേണേലും പ്രവർത്തിക്കും. സ്വരമെടുത്ത് പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 3-ാമത്തെ അധ്യായത്തില് 2-ാമത്തെ അധ്യായം അവസാനത്തെ വചനമാണ് കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി കാണുന്നത്. ഇനി 3-ാം അധ്യായം ആദ്യം നിങ്ങൾ നോക്കിയാൽ അവിടെ മനസ്സിലാകും. പിശാച് പാമ്പിന്റെ രൂപത്തിൽ, സർപ്പത്തിന്റെ രൂപത്തിൽ ആദ്യം കടന്നു വരുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പിശാചിന്റെ ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് കുടുംബത്തിലേക്കാണ്. ഹല്ലേലൂയാ. ഇപ്പൊ കുടുംബത്തിലേക്ക് പിശാചിന് പ്രവർത്തിച്ചാലേ സഭയിൽ പിശാചിന് പ്രവർത്തിക്കാൻ പറ്റും. കുടുംബത്തിൽ പിശാചിന് പ്രവർത്തിച്ചാലേ തലമുറകളിൽ പിശാചിന് പ്രവർത്തിക്കാൻ പറ്റും. കുടുംബത്തിൽ പിശാചിന് പ്രവർത്തിക്കാൻ പറ്റിയാല് അതിലൂടെ കടന്നു വരുന്ന കുഞ്ഞുങ്ങള്, തലമുറകള്, ജീവിതങ്ങളുടെ മുഴുവനും പിശാചിന് അധികാരം എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റും. ദൈവം സംവിധാനം ചെയ്ത് പറുദീസായിൽ ഇവരെ ആക്കി, കുടുംബത്തെ ആക്കി അങ്ങോട്ട് വിട്ടു. അടുത്ത അധ്യായം ആരംഭിക്കുന്നത് തന്നെ ആ കുടുംബത്തെ തകർക്കാനും അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ തകർക്കാനും അവർക്ക് വേണ്ടി പറുദീസായിൽ ദൈവം ഒരുക്കിയ സംരക്ഷണ കവചത്തെ തകർക്കാനുള്ള പിശാചിന്റെ കെണിയാണ് 3-ാമത്തെ അധ്യായത്തിൽ തന്നെ കാണുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കുടുംബം സംവിധാനം ചെയ്യപ്പെടുമ്പോ, ഒരു കുടുംബത്തിൽ ദൈവത്തിന്റെ പദ്ധതിയുമായി കടന്നു ചെല്ലുമ്പോ അവിടെ പിശാച് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ഒരു കുടുംബം നിങ്ങൾ നോക്കിയോ, എവിടെയൊക്കെ ഒരു ദാമ്പത്യം ആരംഭിക്കുന്നുണ്ടോ, എവിടെയൊക്കെ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവിടെയൊക്കെ പിശാച് ഇങ്ങനെ കാത്തിരിക്കുക. ദാമ്പത്യത്തോടുകൂടി അവയെ വിഭജിപ്പിക്കുക, അവരെ തകർക്കുക, ആ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അവരെ പുറത്താക്കുക. ഇന്ന് പിശാച് ശരിക്കും ജയിക്കുന്നുണ്ട്. കുറേ ജീവിതങ്ങളിൽ പിശാചിന്റെ വഞ്ചന കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സ്വർഗീയ ഇടത്തിലേക്കാണ് പിശാചിന്റെ ആദ്യത്തെ എൻട്രി, പറുദീസായിലേക്ക്. ഇന്നലെകളിൽ പറുദീസ ആയിരുന്ന നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് ഏതവസ്ഥയിലാണെന്ന് ചിന്തിച്ചാൽ മതി. ഇന്നലകളിൽ സമാധാനം ഉണ്ടായിരുന്നു, സ്വസ്ഥതയുണ്ടായിരുന്നു, സന്ധ്യാപ്രാർത്ഥനയുണ്ടായിരുന്നു, ദൈവഭയം ഉണ്ടായിരുന്നു, അനുസരണമുള്ള മക്കളുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്ന പറുദീസായിൽ
ചില തിന്മകളും ചില പൈശാചികമായ പ്രവർത്തികളും തീരുമാനങ്ങളും കടന്നു വന്നതോടുകൂടി ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ദൈവിക സംരക്ഷണം, അനീഷച്ചൻ പറഞ്ഞ പോലെ ദൈവിക സംരക്ഷണം, പരിശുദ്ധാത്മാവ് വിട്ടുപോയത് കുടുംബങ്ങൾ അറിയുന്നില്ല. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. വലതരമെടുത്ത് പറഞ്ഞേ ഹാലേലൂയാ. സ്വരമുയരട്ടെ ഹാലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ നോക്കിക്കോ, പിശാച് ആദ്യം വന്നിട്ട് പിശാചിന്റെ ആദ്യത്തെ കെണി ഇതാണ്. എല്ലാ കുടുംബങ്ങളിലും എല്ലാ ജീവിതങ്ങളിലും ദൈവിക സംരക്ഷണത്തിൽ നിന്നും നമ്മെ പുറത്താക്കണം. ചിലവർ അച്ഛാ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, സംരക്ഷണമില്ല, ചെയ്യുന്നൊന്നും ശരിയാകുന്നില്ല, കൈവയ്ക്കുന്നൊന്നും ഫലമണിയുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാറില്ലേ? അതിന് കാരണം ദൈവിക സംരക്ഷണം നമ്മുടെ കുടുംബങ്ങളിലില്ല. ദൈവിക സംരക്ഷണത്തിൽ നിന്നും ഒരു കുടുംബത്തെ പുറത്താക്കാൻ, ദൈവിക സംരക്ഷണ കവചത്തിൽ നിന്നും ഒരു ദൈവ പൈതലിനെ പുറത്താക്കാൻ പിശാച് നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് ശ്രദ്ധയോടിരിക്കണം, അവന്റെ വഞ്ചനയിൽ പെട്ടുപോകരുത്. ഹല്ലേലൂയാ. ശ്രമത്തിൽ പറ ഹല്ലേലൂയാ. അതിനുവേണ്ടി പിശാച് ചെയ്യുന്ന അവന്റെ ഒരു കെണിയാണ്, ശ്രദ്ധിച്ചോ, ദൈവിക സംരക്ഷണത്തിൽ നിന്നും ദൈവസ്വരത്തെ മാനിക്കുന്നതിൽ നിന്നും, അങ്ങനെ ദൈവിക സംരക്ഷണത്തിൽ ഒരു കുടുംബം സ്വർഗം പറുദീസായിൽ വാഗ്ദാനം ചെയ്ത മുഴുവൻ അനുഗ്രഹങ്ങളും പേറിക്കൊണ്ട് കടന്നു പോകുന്നതിന് തടസ്സമായി പിശാച് ഒരുക്കുന്ന ഒരു കെണിയാണ്, ശ്രദ്ധിച്ചു കേട്ടോ, ദൈവിക നിയമങ്ങളെ അതിലംഘിച്ചിട്ട് പൈശാചിക സ്വരത്തിന് ഒരു കുടുംബത്തെ കീഴ്വഴങ്ങാൻ അനുവദിക്കുക. ദൈവസ്വരത്തെ മാറ്റി നിർത്തിയിട്ട് അതിനപ്പുറം സാത്താന്റെ സ്വരത്തിന് അനുവാദം കൊടുക്കുകയും മാനുഷിക സ്വരത്തിനും ഇടം കൊടുത്തിട്ട് ദൈവസ്വരത്തെ കൃത്യതയോടുകൂടി തന്നെ മാറ്റിവെക്കാനുള്ള ഒരു പ്രേരണ ഇന്ന് പിശാച് അനേക കുടുംബങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ സംഭവിക്കുന്ന എന്നാണെന്നറിയാമോ? ദൈവസ്വരത്തെ മാനിക്കാതെ സാത്താന്റെ സ്വരം, പിശാചിന്റെ സ്വരം, മാനുഷികമായ സ്വരം, ഇന്നലകളുടെ അനുഭവങ്ങളുടെ സ്വരം, ലോകം വെച്ച് നീട്ടിയ തുച്ഛമായ ചില കാര്യങ്ങളുടെ സ്വരം, ഇതൊക്കെ കുടുംബത്തിൽ അരങ്ങേറാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ദൈവിക സ്വരത്തിന് കുടുംബത്തിൽ ഇടമില്ലാതെയാകും. അങ്ങനെ വരുമ്പോ ഒരു ദൈവ പൈതൽ, ഒരു കുടുംബം ആ പറുദീസായിൽ നിന്നും പുറത്താക്കപ്പെടും. പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന കുടുംബങ്ങളിൽ കായനുണ്ടാകും. ഹല്ലേലൂയ. കൊലപാതകികളുണ്ടാകും, വ്യഭിചാരികളുണ്ടാകും, പാപം ചെയ്യുന്ന തലമുറ ഉണ്ടാകാൻ കാരണം, പ്രിയപ്പെട്ടവരെ, പറുദീസായ്ക്ക് പുറത്ത് ചില ദാമ്പത്യങ്ങളിൽ, പറുദീസായ്ക്ക് പുറത്ത് ചില കുടുംബങ്ങളിൽ പിശാചിന് കയറാൻ ഇടം കൊടുത്തിരിക്കുന്ന കൊണ്ടാണ്. ഹല്ലേലൂയ. ഇത് കെണിയാ, ഇത് മനസ്സിലാക്കണം. എവിടെയൊക്കെ ഈ പറുദീസായിലാക്കിയിട്ട് ദൈവം കുറെ കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന ചെയ്യരുത്, ഇന്നത് പറിക്കണം, പറിക്കരുത് എന്നെല്ലാം പറഞ്ഞ് പറുദീസായിലേൽപ്പിച്ചു. ഇപ്പൊ ദൈവം സംവിധാനം ചെയ്ത ദൈവിക സംവിധാനത്തെ, ദൈവിക പദ്ധതിയെ, ദൈവസ്വരത്തെ കൃത്യമായിട്ടും മാനിക്കാതെ പിശാച് അവന്റെ സ്വരത്തെ മാനിക്കാൻ തക്കവിധം ദൈവമക്കളെ പ്രേരിപ്പിച്ചിട്ട് ഇവരെ പറുദീസായിൽ നിന്നും ദൈവിക സംരക്ഷണത്തിന്റെ കവചത്തിൽ നിന്നും പുറത്തായി. നിങ്ങൾ ശ്രദ്ധിച്ചോ, ദൈവിക സംരക്ഷണത്തിൽ നിന്നും ഒരു ദൈവ പൈതൽ പുറത്തായാൽ അവിടെ അരങ്ങേറുന്ന, ജീവിതത്തിൽ സംഭവിക്കുന്ന അനർത്ഥങ്ങൾക്കൊന്നിനും ദൈവത്തെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. പ്രഭാഷകൻ 15:11 മുതലുള്ള വചനങ്ങൾ: എൻ്റെ വീഴ്ചയ്ക്ക് കാരണം ദൈവമാണെന്ന് പറയരുത്. എൻ്റെ തകർച്ചയ്ക്ക് കാരണം ദൈവമാണെന്ന് പറയരുത്. കാരണം താൻ വെറുക്കുന്നത് കർത്താവ് ചെയ്യുന്നില്ല. ഒരു ദൈവ പൈതലിനെ വീഴാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു കുടുംബം തകരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു കുടുംബം വിവാഹമോചനത്തിലേക്ക് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തി അവിശുദ്ധ ബന്ധങ്ങളിൽ, പാപത്തിൽ കഴിയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അരങ്ങേറുന്നതിന്റെ പിന്നിൽ വചനം പറയുന്നു, ദൈവമാണ് ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഒക്കെ പിന്നിലുള്ള കാരണമെന്ന്. എൻ്റെ വീഴ്ചയുടെ പിന്നിലുള്ള എല്ലാറ്റിൻ്റെയും കാരണം ദൈവമാണെന്ന് പറയരുത്. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ പിശാചിന്റെ വഞ്ചനയ്ക്കകപ്പെട്ടു പോയാൽ
ചില വീഴ്ചകൾ ചില ദാമ്പത്യങ്ങളിലും ചില കുടുംബങ്ങളിലും ഉണ്ടാകാം, സംഭവിക്കാം. നിങ്ങൾ ബൈബിൾ ഉള്ളവർ തുറക്കുക. സാമുവേലിന്റെ പുസ്തകം, ദാനിയേലിന്റെ പുസ്തകം, അതിന്റെ 3-ാം അധ്യായം 17-ാമത്തെ വചനം കൊടുത്ത്. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 14, 14, 17 വചനങ്ങളൊക്കെ ഒന്ന് പെട്ടെന്നെടുത്ത്. ചില കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കുടുംബം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുടുംബമായി ജീവിക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവീക നിയമങ്ങൾക്കപ്പുറം ഒരു മാനുഷിക നിയമങ്ങൾക്കും പ്രാധാന്യം കുടുംബത്തിൽ കൊടുക്കരുത്. ദൈവിക സംരക്ഷണം പോകും. പിന്നെ കടന്ന് പരാതി പറഞ്ഞുകൊണ്ടോ നിലവിളിച്ചത് കൊണ്ടോ ദൈവമേ ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊന്നും ചോദിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം എവിടെയെങ്കിലും ദൈവിക നിയമങ്ങളെ മാനുഷിക നിയമങ്ങൾ കൊണ്ടും നമ്മുടെ സ്വാർത്ഥത കൊണ്ടും നമ്മുടെ അഹങ്കാരം കൊണ്ടും അതിലംഘിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കണം. ഇവിടെ ശ്രദ്ധിച്ചോ, 14-ാമത്തെ വചനം 3:14. നബൂഖദ്നേസർ ചോദിച്ചു. എന്നാ ചോദിച്ചേ? ശദ്രാക്ക്, മെഷാക്ക്, അബദ്നഗോ, നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുന്നില്ലെന്നും ഞാൻ സ്ഥാപിച്ച പ്രതിമയെ ആരാധിക്കുന്നില്ലെന്നും കേട്ടത് സത്യമാണോ? കേട്ടോട്ടോ. അപ്പൊ നബൂഖദ്നേസർ ഒരു വലിയൊരു സ്വർണ്ണബിംബത്തെ ഉണ്ടാക്കി. ഇതിന്റെ പശ്ചാത്തലം അച്ഛൻ പറയാം. വലിയൊരു സ്വർണ്ണബിംബത്തെ ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു, എല്ലാവരുടെ അടുത്ത് പറഞ്ഞു, ജനങ്ങളോട് മുഴുവൻ പറഞ്ഞു, ഞാൻ ഉയർത്തിയ സ്വർണ്ണബിംബത്തെ നിങ്ങൾ ആരാധിക്കണം. എന്നതാ പറഞ്ഞേ? രാജാവ് ഉയർത്തിയ രാജകൽപ്പനയാ. ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? തല പോവും. ഇപ്പൊ രാജകൽപ്പന. രാജാവ് പറഞ്ഞു, ഞാൻ ഉയർത്തിയ ബിംബത്തെ ആരാധിക്കണം. എന്നിട്ട് ഈ വിളംബരം അങ്ങോട്ട് പുറപ്പെടുവിച്ചു. അപ്പൊ ഈ യുവാക്കളോടും ഇവരോടൊക്കെ അല്പം വെറുപ്പുണ്ടായിരുന്നവർ അവരിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ ഈ 3 യുവാക്കൾ മാത്രം കുമ്പിട്ട് ആരാധിക്കുന്നില്ല രാജാവ് ഉയർത്തിയ പ്രതിമയുടെ മുമ്പിൽ. ബാക്കി എല്ലാവരും കുമ്പിട്ട് ആരാധിക്കുന്നുണ്ട്. ഇവരൊന്ന് രാജാവിന്റെ അടുത്ത് പറഞ്ഞു. ഇപ്പൊ രാജാവ് ഒരു 3 പേരെ വിളിച്ചു. 3 യുവാക്കളാ. ശ്രദ്ധിക്കണം, 3 യുവാക്കളാ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ സ്വപ്നങ്ങളൊന്നും തീർന്നിട്ടില്ല. ഒത്തിരി സ്വപ്നങ്ങളും ഭാവിയെക്കുറിച്ച് ഒത്തിരി പ്രതീക്ഷകളും എല്ലാം ഉള്ളവരാണ് യുവാക്കള്. അപ്പൊ ഈ 3 യുവാക്കള് ഈ പ്രതിമയുടെ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കുന്നില്ല. അപ്പോ ഈ രാജാവ് 3 പേരെ വിളിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യമാ, അതെ, നിങ്ങൾ 3 പേരും ദേവന്മാരെ സേവിക്കുന്നില്ലെന്നും ഞാൻ സ്ഥാപിച്ച പ്രതിമയെ ആരാധിക്കുന്നില്ലെന്നും കേട്ടത് സത്യമാണോ, ശരിയാണോ? അതിനുത്തരം 17 മുതലുള്ള വചനങ്ങൾ വായിച്ചു. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. ശ്രദ്ധിച്ചോണേ. അപ്പൊ ആരാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ഇതാണ്, ഇവരെ എരിയുന്ന തീച്ചൂളയിലേക്ക് എറിയും, കൊല്ലും. ഇപ്പൊ രാജാവ് ഇവരോട് അല്പം മമതയുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ആ രാജകൽപ്പന പൂർത്തിയാക്കണം. ഇവരെ അഗ്നിയിൽ എറിഞ്ഞു കൊല്ലണം. അതുകൊണ്ട് ഇവരെ 3 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, കേട്ടത് ശരിയാണോ? അപ്പൊ അവരത് പറഞ്ഞു, ഞങ്ങള് സത്യദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കില്ല. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. അതാര് പറഞ്ഞാലും, ഈ ലോകത്തിൽ ആര് പറഞ്ഞാലും, രാജാവ് പറഞ്ഞാലും സത്യദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും ഞങ്ങൾ ആരാധിക്കില്ല. ഒരു പ്രതിമയെയും ഒരു ബിംബത്തെയും ഞങ്ങൾ ആരാധിക്കില്ല എന്നാ പറയുന്നത്. എന്നിട്ട് ശ്രദ്ധിച്ചോ അടുത്ത വചനം. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ മാനുഷിക നിയമം, രാജാവ് കൊടുത്ത ഒരു നിയമങ്ങളെക്കാളും വിലയുള്ളതാണ് ദൈവത്തിന്റെ നിയമമെന്ന് ഇവർ വിളിച്ചു പറയുക. ഇന്നിപ്പോ ഓരോ കുടുംബങ്ങളിലൊക്കെ നടക്കുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ തല ധരിച്ചു പോകും. നല്ല സത്യക്രിസ്ത്യാനികളാ. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് വന്ന് നാവ് നീട്ടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ചില കേസുകളാ. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പോകുന്നവരാ. എവിടെയോ പ്രാർത്ഥിക്കാൻ ചെന്നു, ആരുടെ അടുത്ത് ചെന്നു, അവര് പറഞ്ഞു, അതേ, പ്രശ്നങ്ങളുടെ ഒക്കെ പിന്നിൽ, പ്രശ്നം വയ്ക്കാൻ പോകുമല്ലോ, പ്രശ്നത്തിന്റെ ഒക്കെ പിന്നിൽ കാരണം എന്നതാ? അത് വീടിന്റെ അളവ് ശരിയല്ലാത്ത കൊണ്ടാണ്. അത് ടോയ്ലറ്റ് ഇരിക്കുന്നത് കന്നിമൂലയിലായതുകൊണ്ടാണ്. അതെ, വീടിന്റെ ആ സ്റ്റെപ്പിന്റെ എണ്ണത്തിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്. അളവൊന്നും ഇങ്ങോട്ട് വരുന്നതിന്റെ തലേ ദിവസം ഒരു സഹോദരനെ വിളിച്ചു. നല്ല, ഞാനവിടെ പോയി പ്രാർത്ഥിക്കാൻ നേരത്തെ പോയിട്ടുള്ളതാ. മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ളതാ.
എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഒരു സംശയം തീർക്കാൻ വേണ്ടി വിളിച്ചതാണ്. എന്നതാ? അത് ഞങ്ങളിങ്ങനെ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയി. നിങ്ങൾ ശ്രദ്ധിച്ചോ, ദൈവീക നിയമങ്ങള്, ദൈവവചനത്തിനെതിരെ, അത് അച്ഛൻ പറഞ്ഞാലും കന്യാസ്ത്രീ പറഞ്ഞാലും കൗൺസിലർ പറഞ്ഞാലും ലോകത്തിൽ ഏത് മനുഷ്യൻ പറഞ്ഞാലും അത് സ്വീകരിക്കുകയോ അതിന് തലവെച്ചു കൊടുക്കുകയോ അത് ജീവിതത്തിലോ കുടുംബത്തിലോ ഏറ്റെടുക്കുകയോ ഒരു ദൈവ പൈതൽ ചെയ്യരുത്. നിന്നെ ദൈവിക സംരക്ഷണത്തിന് പുറത്താക്കും. ഹല്ലേലൂയ. ചെയ്യരുത്. ഒരു ശുശ്രൂഷകൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞാണ്, ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥന തുടങ്ങി. എന്നിട്ട് പുള്ളി മകനെയും കൂട്ടിയിട്ട് മുഴുവൻ അളക്കാൻ തുടങ്ങി. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ടേപ്പ് പിടിച്ച് മുഴുവൻ അളക്കാൻ തുടങ്ങി. വീട് മുഴുവൻ വലിയ വീടാണ്. മുഴുവൻ അളന്ന് കൂട്ടി കുറച്ച് പുള്ളി ഒരു പേപ്പർ പേനൊക്കെ എടുത്ത് കുറെ കൂടി. ഇവർക്കൊന്നും പിടുത്തം കിട്ടുന്നില്ല, എന്താ സംഭവിക്കുന്നത്. പുള്ളി എല്ലാം കൂട്ടി കുറച്ചിട്ട് പറഞ്ഞു, അതെ വീടിൻ്റെ അളവ് മുഴുവൻ തെറ്റിക്കിടക്കുക. 10-15 വർഷം ഞാൻ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ടാ. ഈ വീടിൻ്റെ അളവ് മുഴുവൻ തെറ്റിക്കിടക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? പുള്ളി പറഞ്ഞു, അടുക്കള ഭാഗം കുറച്ച് പൊളിച്ച് മാറ്റിയിട്ട് ഇങ്ങോട്ട് പണിയണം. ടോയ്ലറ്റ് കന്നിമൂലയിൽ ഇരിക്കുന്നത് അത് പൊളിക്കണം. ഈ സൈഡിൽ ഒരു ഇച്ചിരി പൊളിക്കണം. അപ്പുറത്തുള്ള ടാങ്ക് പൊളിച്ചു മാറ്റണം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഇച്ചിരി മിറ്റ അങ്ങോട്ട് എടുത്തിട്ട് ഇച്ചിരി മതിൽ ഇങ്ങോട്ട് കെട്ടിയിട്ട് ഇതും കൂടി എന്തൊക്കെ ശരിയാക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായി. എല്ലാ പ്രശ്നവും തീരും. എല്ലാ പ്രശ്നവും തീരും. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അതരം തുറന്ന് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രശ്നവും അതോടെ തീരും. പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ടെൻഷൻ. കാരണം ഇതെല്ലാം കൂടി കൂട്ടി വെച്ച് നോക്കിയപ്പോൾ എങ്ങനെ ഒരു 4-5 ലക്ഷം രൂപയുടെ പണിയുണ്ട്. ഇത്രയും പൊളിച്ച് പണിയണമെങ്കിൽ നല്ലൊന്നാം തരം വീടാ. പുള്ളിക്കാരത്തിൽ കിടന്നിട്ടാണ് ഉറക്കവും വരുന്നില്ല. അങ്ങനെ ഒരു ശുശ്രൂഷകനാ പറഞ്ഞേക്കുന്നത്. ചെയ്യാതിരുന്നത് ശരിയാവോ? പുള്ളിക്കാരത്തേക്ക് ഒരു ഭയം. ഈ ഭയം വന്നിട്ടാണ് വിളിക്കുന്നത്. ഇപ്പം എൻ്റെ നമ്പർ നേരത്തെ പ്രാർത്ഥിക്കാൻ വന്നുകൊണ്ട് എൻ്റെ നമ്പർ പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ പുള്ളിക്കാരത്തി ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓർത്തു അച്ഛൻ്റെ അടുത്തൊന്ന് ചോദിച്ചേക്കാം. അങ്ങനെ നമ്പർ തപ്പിയപ്പോൾ എൻ്റെ നമ്പർ അതിനകത്തുണ്ട്. വിളിച്ചു, അച്ഛാ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നു, ഇങ്ങനെ ഒരു സന്ദേശമായിട്ട് തന്ന് ഇങ്ങനെ കണക്ക് കൂട്ടി കുറച്ചിട്ടൊക്കെ പറഞ്ഞു ഇങ്ങനെ പൊളിക്കണമെന്ന് പറഞ്ഞു. പൊളിച്ചു കഴിഞ്ഞ് എല്ലാം ശരിയാവൂന്നാ പറഞ്ഞേ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോ, വീട് പൊളിച്ചാൽ, ടോയ്ലറ്റ് മാറ്റിപ്പണിതാൽ, നിങ്ങൾ ഇരിക്കുന്ന ഭവനത്തെ തിരിച്ചു പണിതാൽ എല്ലാത്തിനും പരിഹാരമാവുമെങ്കിൽ യേശുക്രിസ്തു എന്തിന് കാൽവരിയിൽ 3 ആണികളിൽ പിടഞ്ഞു മരിക്കണം? പിന്നെ ഇതിനെന്താ വിലയുള്ള? പിന്നെ എന്തിനാ യേശു കാൽവരിയിൽ 3 ആണികളിൽ പിടഞ്ഞത്? വീട് പൊളിച്ചാ പരിഹാരമാവുമെങ്കിൽ. ചിലരുടെയൊക്കെ ഞാൻ പറഞ്ഞു, സഹോദരടുത്ത് ഈ മണ്ടത്തരത്തിനൊന്നും പോയേക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടെടുത്ത് ചാടാതെ നിന്നേക്കരുത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയാ പറഞ്ഞേക്കുന്നത്? കന്നിമൂലയിൽ ടോയ്ലറ്റ് ഇരുന്നാൽ അനുഗ്രഹം കിട്ടില്ലെന്ന് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെ, ദൈവിക നിയമത്തിൽ എവിടെ പറഞ്ഞിരിക്കുന്നത്? പറ. ബൈബിളിൽ എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? മനുഷ്യനുണ്ടാക്കിയ ഓരോരോ കാര്യങ്ങൾ, ഓരോരോ കോലം കെട്ടലുകൾ. എന്നിട്ട് അതിന് പുറകെ പോകും കുറെ പേര്. എന്നിട്ട് കന്നിമൂല പൊളിക്കല്, ടോയ്ലറ്റ് പൊളിക്കല്, വീട് പൊളിക്കല്, കൈനോട്ടം, കാലുനോട്ടം, തലനോട്ടം, ഉള്ള ലോകത്തുള്ള നോട്ടം മുഴുവൻ ചെയ്യും. എന്നിട്ടും വീട്ടിലുള്ള നോട്ടം മാത്രമേ ശരിയാകുകയില്ല. ഹല്ലേലൂയ. ദൈവത്തെ നോക്കാനോട്ട് പഠിക്കുകയില്ല. കൊണ്ടിരിക്കുക. നല്ല സത്യക്രിസ്ത്യാനികൾ ചെയ്യുന്ന കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസത്തെ ധ്യാനത്തിന് ഒരു പയ്യൻ വന്നു. 40 വയസ്സ് പ്രായം പോലും ഇല്ല. വിവാഹം കഴിഞ്ഞു. അവന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കെട്ടിയത്. ഇവനെന്ത് ചെയ്തിട്ട് ശരിയാകുന്നില്ല. കുടുംബം മുഴുവൻ തകർന്ന് ജീവിത പങ്കാളിക്ക് ഭക്ഷണം പോലും മേടിച്ചു കൊടുക്കാൻ കാശില്ല. ഒരു നേരം ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ 2 പിള്ളേരുണ്ട്. കുടുംബത്തിൽ ഒരു നേരം ഭക്ഷണം മേടിക്കാൻ കാശില്ലാഞ്ഞിട്ട് 100 രൂപ അയൽവക്കക്കാരന്റെ കയ്യിൽ നിന്ന് മേടിച്ച് ഭക്ഷണം മേടിക്കാൻ ഈ ടീമാണ് ഇവനെ കൂട്ടിക്കൊണ്ട് ധ്യാനത്തിന് വന്നത്. പിന്നെ അവസ്ഥ അറിഞ്ഞിട്ട് പുറമെ കാണിക്കുന്നൊന്നുമില്ല. വന്ന് സംസാരിച്ച് പിടിച്ചു കഴിഞ്ഞപ്പോ ഇവനിങ്ങനെ പറയാൻ തുടങ്ങി ഓരോരോ കാര്യങ്ങള്. പിന്നെ അച്ഛോ ഓരോന്ന് വലിയ കുഴിയിലേക്ക് ഇപ്പൊ പൊക്കൊണ്ടിരിക്കുക. 40 ലക്ഷം രൂപയോളം കടബാധ്യത ഉണ്ട് അവനിന്ന്. 40 ലക്ഷം രൂപ കടബാധ്യത. ആദ്യം ഇങ്ങനെ ആരോ പറഞ്ഞു, എവിടെയോ പറഞ്ഞു, ഇങ്ങനെ പോയതാ. ഒരു സ്ഥലത്ത് നിന്നു. അങ്ങനെ കടബാധ്യത വരാനുള്ള ആദ്യത്തെ കാരണം ഈ പൊളിച്ച് പണി തുടങ്ങിയതാ. നല്ലൊന്നാന്തരം വീടുണ്ടായിരുന്ന അത് പൊളിച്ച് കുറച്ച് രൂപ ലോൺ എടുത്ത് ആ വീട് പൊളിച്ച് അവിടെ പൊളിച്ച് അങ്ങനെ 6-7 ലക്ഷം രൂപ മുടക്കി വീടൊന്ന് ശരിയാക്കി. എന്നിട്ട് കാര്യങ്ങൾ ശരിയാവോ, ബിസിനസ് ശരിയാവോ? ഒന്നും ശരിയായില്ല. പിന്നെ പോയി ഏതോ പൂജാരിനെ കാണാൻ. പുള്ളി കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇന്ന പള്ളിയിൽ പോകണം,
നേർച്ചകളൊക്കെ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇന്ന പള്ളിയിൽ പോകണം, നേർച്ച ഇപ്പം എല്ലാം പള്ളിയിലാണ് ചെയ്യാൻ പറയുന്നത്. പള്ളിയിൽ പോകണം, ഇന്ന പള്ളിയിൽ പോയി ഇത് ചെയ്യണം, ഇന്ന പള്ളിയിൽ പോയി അത് ചെയ്യണം. എന്നിട്ട് അവസാനം പറഞ്ഞു ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ഗുരുവായൂരം കണ്ട് ഒരു അമ്പലത്തിൽ പോയിട്ട് ഇന്ന കാര്യം കൂടി ചെയ്യണം. ആ പുള്ളി നോക്കിയാൽ വലിയ കുഴപ്പമൊന്നുമില്ല. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ആദ്യം പറഞ്ഞതെല്ലാം പള്ളിയിൽ പോകുന്ന കാര്യമാണ്, എല്ലാം പള്ളിയിൽ പോകുന്ന കാര്യമാണ്. അവസാനത്തെ കാര്യം ഇന്ന സ്ഥലത്ത്. അതിനിപ്പോൾ കുഴപ്പമുണ്ടോ? പള്ളിയിൽ പോകാനാ പുള്ളി പറഞ്ഞേ. ഇത് ശരിയായില്ല. കുറച്ച് കാശ് പോയതല്ല, വേറെ മെച്ചമൊന്നും ഉണ്ടായില്ല. പുള്ളി എന്തോ ചരടൊക്കെ ഊതിയോ അങ്ങോട്ട് കൊടുത്തു. ഊതിയൊക്കെ കൊടുത്തു വിട്ടു ഇപ്പം എല്ലാം ശരിയാവും. എന്നിട്ട് അരയിലങ്ങാണ്ട് കുറേ നാൾ കെട്ടിക്കൊണ്ട് നടന്നു. അരയെ കെട്ടിക്കൊണ്ട് നടന്നാലാണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ പൊട്ടിത്തെറിക്കായിരുന്നു നന്നായി. അവിടെ വെച്ചങ്ങ് വല്ലതും പൊട്ടിത്തെറിക്കുമായിരുന്നെങ്കിൽ പിന്നെ ജീവിതം കോഞ്ഞാട്ടായിരുന്നു. കുറേ നാൾ അതും കെട്ടി തൂക്കിക്കൊണ്ട് നടന്നു. ശരിയല്ല, അത് വിട്ടു. അപ്പോഴാണ് വേറൊരുത്തം പറഞ്ഞത്, ഈരാറ്റുപെട്ട ഭാഗത്ത് നല്ലൊരു മുസ്ലിയാറുണ്ട്, ഭയങ്കര ശക്തിയാണ്. എന്നിപ്പോൾ പോയേക്കാന്ന് പറഞ്ഞ് പോയി. അവിടെ ചെന്ന് ആദ്യത്തെ പ്രാവശ്യം കുറേ ഇതുപോലെ എന്തോ സാധനങ്ങളൊക്കെ പ്ലേറ്റിൽ അടിച്ചു കൊടുത്ത് ഇതിലൊക്കെ ആക്കി കൊണ്ടു കൊടുത്തു. വീടിൻ്റെ ചുറ്റും കുഴിച്ചിടാൻ പറഞ്ഞു. ഇവരെല്ലാം കൊണ്ട് വീടിൻ്റെ ചുറ്റും കൊണ്ട് കുഴിച്ചിട്ടു. ഇപ്പം എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. 3 മാസമായിട്ട് ഒന്നും ശരിയായില്ല, ജോലിയും കിട്ടുന്നില്ല, ബിസിനസ് ശരിയാകുന്നില്ല. ഇപ്പോൾ വീണ്ടും ഫോൺ വിളിക്കാൻ തുടങ്ങി. കുറച്ച് കാശൊക്കെ കൊടുത്താ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവസാനം വീണ്ടും വിളിച്ചു. കൂട്ടിക്കൊണ്ടുപോയി കൂട്ടുകാരനും കൂട്ടിക്കൊണ്ട് വീണ്ടും ചെന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞിട്ട്, അതെ നിങ്ങളുടെ വീട്ടിൽ ഭയങ്കര ബന്ധനമാണ്, നിസ്സാര ബന്ധനമൊന്നുമല്ല, ഞാൻ അഴിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, 3333 രൂപ കൊണ്ടുപോയി ഇന്ന സ്ഥലത്ത് കൊടുക്കണം. ഇത് കേട്ടപ്പോൾ പിന്നൊരു ടെൻഷൻ. ഈ കാശത്തിനും കൊടുത്തിട്ട് ഒന്നും ശരിയാകുന്നില്ല. പിന്നെ ഈ 3333 അതുമായിട്ട് എന്ത് ബന്ധമുണ്ട്? അനുഗ്രഹം പാപിക്കുക അതുമായിട്ടൊരു ബന്ധം. അങ്ങനെ ഇവനിങ്ങനെ മനസ്സും കൂടെ കൺഫ്യൂസ്ഡായി. അപ്പോൾ ഈ 3333 രൂപ കൊടുക്കാനില്ല, ഒരു നേരം ഭക്ഷണം മേടിക്കാനില്ലാത്തവൻ അങ്ങനെ 3333 രൂപ കൊടുക്കും. പറ, ഒരു നേരം ഭക്ഷണം മേടിക്കാൻ വേണ്ട ജീവിത പങ്കാളിക്കും മക്കൾക്കും. ഒരു നിവൃത്തിയില്ലാതെ കറങ്ങി തിരിഞ്ഞ് പുള്ളി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അവിടെ അവന് എഴുന്നേറ്റ് പോന്നു, ബഹളം വെച്ച് എഴുന്നേറ്റ് ഇങ്ങോട്ട് പോന്നു. അങ്ങനെയാണ് ഗ്യാരേജ് ഭവനിൽ വരുന്നത്. കൗൺസിലിങ്ങിന് പറഞ്ഞു വിട്ടു. പ്രിയപ്പെട്ടവരെ, കൗൺസിലിന്റെ അടുത്ത് ചെന്നിരുന്നിട്ട് ഇവൻ കഴിഞ്ഞ 10 വർഷത്തോളം കടന്നുപോയ മുഴുവൻ കാര്യങ്ങൾ, ഈ പറഞ്ഞത് മുഴുവൻ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് കൗൺസിലറോട് ഇവൻ്റെ കൂടെ അങ്ങോട്ട് ചോദിച്ചു. അല്ലെങ്കിൽ ഇവൻ പറയോ? നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ ടീം ഇത് പറയോ? നിങ്ങളാണെങ്കിൽ പറയോ? ഞങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരെ വിശുദ്ധര, പിന്നാമ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ ദൈവനിഷേധത്തിന്റെ പ്രവൃത്തികൾ, ദൈവിക നിയമങ്ങൾ. സത്യദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം പിശാചിനെ ആരാധിക്കുന്ന അവസ്ഥ. ദൈവം കൃത്യമായിട്ട് വചനത്തിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് സത്യദൈവ ആരാധന. അതിന് ഒരു വിധത്തിലും പ്രിയപ്പെട്ടവരെ ഒരു പോറൽ പോലും വീട്ടിലുണ്ടാകരുത്. ഹല്ലേലൂയ. കുടുംബം തകർന്നു പോകാനും കുടുംബത്തിന്റെ സംരക്ഷണം അറ്റുപോകാനും വേറെ ഒന്നും വേണ്ട. ഈ ഒരു കാര്യത്തെ കൈവച്ചാൽ മതി. ഈ കഴിഞ്ഞ 5-6 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ എപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന ഒരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ, 1-ാം പ്രമാണത്തിന്റെ ലംഘനം. അതെവിടെയെങ്കിലും ഏതെങ്കിലും കുടുംബങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ, 2 മേഖലകളിൽ അവരൊരിക്കലും ഉന്നതി പ്രാപിക്കില്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ഒന്ന് സാമ്പത്തിക മേഖല, മറ്റൊന്ന് കുടുംബ ബന്ധം തകർന്ന് തരിപ്പണമായി പോകും. സമാധാനം ഉണ്ടാവില്ല ആ കുടുംബത്തിൽ, ഒരിക്കലും സ്വസ്ഥത ആ കുടുംബത്തിനുണ്ടാവില്ല. ചില കുടുംബങ്ങൾ ഈ കുടുംബത്തിൽ വന്ന പിന്നെ സ്വസ്ഥതയില്ല. ചോദിച്ചാൽ കുടുംബത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണ്? അപ്പനും അമ്മയൊക്കെ ജീവിച്ചിരുമ്പോൾ ചോദിച്ചു നോക്ക്. ഈ കുടുംബത്തിൽ വന്ന പിന്നെ സ്വസ്ഥതയില്ല, സമാധാനമില്ല. സാമ്പത്തിക മേഖല ഇതിന്റെ പിന്നാമ്പുറത്ത് ഇങ്ങനെ ഒരു കാരണമുണ്ടോ എന്ന് അന്വേഷിക്കണം. ഉണ്ടെങ്കിൽ അനുദപിക്കണം. ഇല്ലെങ്കിൽ ദൈവം അനുവദിക്കുന്നതാണെന്ന് വിശ്വസിച്ച് വിശുദ്ധ ജീവിതം തുടരണം. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്റെ നാശത്തിനല്ല, നിന്റെ മേന്മയ്ക്കായി, നിന്റെ ക്ഷേമത്തിനായുള്ള പദ്ധതി ദൈവം പൂർത്തിയാക്കിക്കോളും സമയത്തിന്റെ പൂർണ്ണതയിൽ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ. അതിനെ തുറന്ന് പറഞ്ഞ ഹല്ലേലൂയാ. ഇവര് പറഞ്ഞ രാജാവേ നീയല്ല, ഇനി ആര് പറഞ്ഞാലും, ഇനിയിപ്പോ തല പോകുമെന്ന് പറഞ്ഞാലും വിശ്വാസം കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിയില്ല. നീ അഗ്നികുണ്ഡത്തിൽ എറിയോ, തീയിലെറിയോ, എവിടെ വേണമെങ്കിലും എറിഞ്ഞോ, ഒരു പ്രശ്നമില്ല. എന്നിട്ട് ഇവര് കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇനിയിപ്പോ ഞങ്ങളുടെ ദൈവം ഈ അഗ്നികുണ്ഡത്തിന്റെ നടുവിലും ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവം. അഗ്നിയുടെ നടുവിലും നമ്മെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കുന്നവർ വലതുരുമത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. അത്രമാത്രം ബോധ്യമുണ്ട്, അത്രമാത്രം ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമുയർത്തി പറ ഹല്ലേലൂയ. സിംഹക്കുഴിയുടെ നടുവിലും പ്രിയപ്പെട്ടവരെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇത് കുറെ എണ്ണത്തിന് തലയ്ക്കകത്തില്ല.
ദൈവത്തിൻ്റെ ശക്തി അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ലോകത്തിൻ്റെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവർ കൂട്ടിച്ചേർക്കുന്നത്, ഇനിയിപ്പോൾ ആ ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലേലും നീ ഉയർത്തിയ ബിംബത്തെ ഞങ്ങൾ ആരാധിക്കില്ല എന്ന് പറഞ്ഞാൽ ദൈവീക നിയമങ്ങളെ ഞങ്ങൾ ഒരിക്കലും മറികടക്കാൻ അനുവദിക്കില്ല. ഹല്ലേലൂയ. വിട്ടുമാറാത്ത കുടുംബ തകർച്ചയുടെ പിന്നിൽ എവിടെയോ ദൈവീക നിയമങ്ങൾ അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയോ നിങ്ങൾ, എടുത്തു വെച്ച് നോക്കിക്കോ. ദൈവം നമുക്ക് വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി ഏർപ്പെടുത്തിയ ദൈവിക കൽപ്പനകൾ എവിടെയോ ലംഘിക്കപ്പെട്ടത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പറുദീസാക്കി പുറത്ത് സംരക്ഷണമില്ല. പിന്നെ വഴി കൂടി പോകുമ്പോൾ വണ്ടി ഇടിക്കാം, അങ്ങോട്ട് പോകുന്ന വണ്ടി ബാലൻസ് തെറ്റി നിന്റെ മതിലെ തന്നെ കയറും. വെല്ലോടത്തെ കൂടി നടന്നു പോയ നീ തേങ്ങ വീണ് നിന്റെ തലയിൽ തന്നെ വീഴും. ഇതൊന്നും പ്രതീക്ഷിച്ചിട്ട് പോയതല്ല, പക്ഷെ തേങ്ങ അത്രയും തെങ്ങുണ്ട്, തേങ്ങയുണ്ട്, നിന്റെ തലയിൽ തന്നെ വീഴും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇതെന്നാച്ചോ എന്റെ കുടുംബത്തിൽ മാത്രം ഇങ്ങനെ, എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ, ഞങ്ങളിൽ മാത്രം ഇങ്ങനെ നിൽക്കുന്നത്, വേറെ ആർക്കൊരു കുഴപ്പമില്ലല്ലോ. ശ്രമമെടുത്ത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവീക നിയമങ്ങളെ ഒരിക്കലും, അത് നിങ്ങൾ 2 മക്കബയ അതിന്റെ 6-ാം അധ്യായം എടുത്തേ. 2 മക്കബയ പെട്ടെന്ന് എടുത്തേ, സമയം വളരെ കുറവാണ്. 2 മക്കബയ 6-ാം അധ്യായം എടുത്തേ. 2 മക്കബയ 6-ാം അധ്യായം. അതിനകത്ത് ഏലയാസറിന്റെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നൊരു സംഭവം അവിടെ കിടപ്പുണ്ട്. ഇവിടെ ഇങ്ങനെയാണ്, നിഷിദ്ധമായത് ഭക്ഷിക്കാൻ ഇവനെ നിർബന്ധിച്ചു. ഇവൻ പറഞ്ഞു, ഈ പ്രായമായി, എനിക്ക് ഇത്രയും പ്രായമായി, ഇനി ഈ പ്രായത്തില് ദൈവത്തിന് ഹിതമരകല്ലാത്ത ഒരു പ്രവൃത്തി, ദൈവിക നിയമങ്ങളെ ബ്രേക്ക് ചെയ്യുന്ന, തകർക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തിട്ട് ഇനി ജീവിക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ ഇവനോട് മമതയുണ്ടായിരുന്ന ചിലർ എന്നാ ചെയ്തു, അവര് കുറച്ച് പന്നിമാംസമല്ലാത്ത മാംസം കൊണ്ടുവന്ന് ഇവനടുത്ത് കൊടുത്തിട്ട്, നീ ഇത് ഭക്ഷിച്ചാ മതി, ഞങ്ങൾ പറഞ്ഞോളാ, നീ പന്നി മാംസം കഴിച്ചു, അങ്ങനെ നിനക്ക് രക്ഷപ്പെടാം, എളുപ്പവഴി. സർവ്വത് പറഞ്ഞ ഹല്ലേലൂയ. കണ്ടോ, ഇവിടെ നോക്കിക്കോ, 21-ാമത്തെ വചനം. അവനോടുള്ള ദീർഘകാല പരിചയം കൊണ്ട് അവർ ഭക്ഷിക്കാൻ അനുവാദമുള്ള ഭക്ഷണം കൊണ്ടുവന്ന് രാജാവ് ആജ്ഞാപിച്ച ബലിവിരുന്നിന്റെ മാംസം എന്ന ഭാവേനെ അത് ഭക്ഷിക്കാൻ അവന് രഹസ്യമായി നിർബന്ധിച്ചു. നമ്മൾ തന്നെ ചെയ്യുന്നറിയാം, പിന്നെ കുഴപ്പമില്ല, രഹസ്യമായിട്ടല്ലേ, പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, എന്നാ പിന്നെ അത് ചെയ്തേക്കാം. രാജാവിന്റെ മുമ്പിലും കുഴപ്പമില്ല, ദൈവത്തിന്റെ മുമ്പിലും കുഴപ്പമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക നിയമങ്ങൾ രഹസ്യമായി ലംഘിക്കപ്പെട്ടാലും അത് കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലരുടെയൊക്കെ ചിന്ത എന്നാ, കുഴപ്പമൊന്നുമില്ല, ആരും ഒന്നും കാണുന്നില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ, ആരും കണ്ടില്ല, ഞാൻ ഈ സ്വകാര്യ പാപം ചെയ്ത് ആരും കണ്ടിട്ടില്ല, ഞാൻ കൈക്കൂലി മേടിച്ചത് ആരും കണ്ടിട്ടില്ല, ഞാൻ അന്യായമായി സമ്പാദിച്ചുണ്ടാക്കിയത് ആരും അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, ഞാൻ പോകുന്ന വഴികൾ, സ്വകാര്യ ബന്ധങ്ങൾ, പാപബന്ധങ്ങൾ, അതാരും അറിഞ്ഞിട്ടില്ല, ജീവിത പങ്കാളിക്ക് പോലും അറിയത്തില്ല. കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്യാം, അതിന്റെ സുഖവും അനുഭവിക്കാം. ഇതും കൂടി അങ്ങോട്ട് പൊക്കോളും. ദൈവിക നിയമവും ദാമ്പത്യ ബന്ധവും ദൈവം അനുവദിക്കാത്ത ബന്ധവും രണ്ടും കൂടി അങ്ങോട്ട് പൊക്കോളും, കുഴപ്പമൊന്നുമില്ല. കാരിസ്മയിലൊരു സഹോദരി ധ്യാനം കൂടാൻ വന്നപ്പോൾ ഈ സഹോദരി പറഞ്ഞ കാര്യം, എൻ്റെ അച്ഛോ, ഞാൻ എന്തും ക്ഷമിക്കാം, ഇതെങ്ങനെ ക്ഷമിക്കുന്നു അച്ഛൻ പറ. ഇവിടെ നാട്ടില് പുള്ളിക്കാരൻ ഫിലിപ്പീൻസിലാണ് ജോലി ചെയ്യുന്നത്. വർഷത്തില് 2 മാസം അവധിക്ക് വരും. ഇവിടെ നാട്ടിൽ ജീവിത പങ്കാളി 2 മക്കളും ഉണ്ട്, ദൈവം കൊടുത്ത 2 മക്കളും. അങ്ങനെ ഫിലിപ്പീൻസിൽ നാട്ടിൽ നിന്ന് പോയ ആരോ അവിടെ എന്തോ ജോലിക്ക് എന്തോ പരിപാടിക്ക് പോയപ്പോൾ അവിടെ ആ പോയ അയൽവാസിക്ക് ഒരു കാര്യം മനസ്സിലായി, പുള്ളിക്ക് ഫിലിപ്പീൻസിലുണ്ട് ഒരു പെണ്ണും പിള്ളേരും 2 പിള്ളേരും. ഈ ചടത്തേക്ക് ഇത് അറിയത്തില്ലായിരുന്നു. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തേക്ക് അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്നെ ഇത്രയും നാൾ വഞ്ചിച്ചില്ലേ അച്ഛ, ഒരു വാക്കുകൊണ്ട് പോലും പുള്ളി എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഒരു സംശയത്തിന് പുള്ളി കാരണമുണ്ടാക്കാതെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു പൊക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ സഹോദരി ധ്യാനത്തിന് വന്നു, മനസ്സിനൊരു പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, ചാകാൻ വേണ്ടിയൊക്കെ ശ്രമിച്ച, പിന്നെ വീട്ടുകാരൊക്കെ നിർബന്ധിച്ച് ധ്യാനത്തിന് വിട്ടു.
ധ്യാനം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ജീവിത പങ്കാളി അവധിക്ക് വരുമ്പോൾ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ഈ സഹോദരനോട് ഞാൻ സംസാരിക്കാൻ അവിടെ വന്ന് സഹോദരൻ പറഞ്ഞൊരു കാര്യമാണ്, അച്ഛാ എന്താ എനിക്കിപ്പോ 2 പേരെ നോക്കാൻ ആരോഗ്യമുണ്ടെങ്കിൽ അച്ഛൻ എന്നാ കുഴപ്പം? അച്ഛനിപ്പോ എന്നാ കുഴപ്പം? എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? അല്ല പറ. എനിക്ക് 2 പേരുടെ കൂടെ കിടക്കാൻ ആരോഗ്യവും 2 പേരെ നോക്കാൻ സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ അച്ഛൻ എന്നാ കുഴപ്പം? പിന്നെ എന്നാ പറയാനാ? നിങ്ങൾ പറ. നിങ്ങളാണെങ്കിൽ പിന്നെ ഇതിൻ്റെ അടുത്ത് എന്നാ പറയും? ദാമ്പത്യ അവിശ്വസ്തത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന പാപമാ. തലമുറകളുടെ അശുദ്ധിക്ക് കാരണമായി നിൽക്കുന്ന പാപമാണ് ദാമ്പത്യ അവിശ്വസ്തത. ആര് കാണുന്നില്ലല്ലോ? ഇവിടെ വഴിയൊരുക്ക സ്വകാര്യമായിട്ട് ചെയ്തോ, കുഴപ്പമൊന്നുമില്ലെന്നേ. പന്നിമാംസമാണ് ഭക്ഷിക്കുന്നതെന്ന് രാജാവിനടുത്ത് പറഞ്ഞേക്കാം, നിനക്ക് കഴിക്കാൻ പറ്റുന്ന ഇതാ തന്നേക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് എലിയാസർ പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചോ. അവൻ അങ്ങനെ ചെയ്ത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നും തങ്ങളോടുള്ള ചിരകാല മൈത്രി മൂലം അവന് കരുണ ലഭിക്കുമെന്നും അവർ പ്രതീക്ഷിച്ചു. തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അന്തസ്സിനും നരച്ച മുടിയുടെ മഹത്വത്തിനും ബാല്യം മുതൽ നയിച്ച ഉത്തമ ജീവിതത്തിനും വിശുദ്ധവും ദൈവദത്തവുമായ നിയമത്തിനും യോജിച്ച വിധം അവൻ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് തന്നെ പാതാളത്തിലേക്ക് അയച്ചുകൊള്ളാൻ അവൻ അവരോട് പറഞ്ഞു. അവൻ തുടർന്നു, നമ്മുടെ ഈ പ്രായത്തിന് ഈ അഭിനയം ചേർന്നതല്ല. ഏലിയാസർ 90-ാം വയസ്സിൽ മതം മാറിയെന്ന് ചെറുപ്പക്കാർ വിചാരിക്കും. 90 വയസ്സ് പ്രായമായി, ഇനി എത്ര നാള് ജീവിച്ചിരിക്കാനാ? അതുകൊണ്ട് പറയാണ്, ഈ 90-ാം വയസ്സിൽ ഞാൻ മതം മാറിയെന്ന് യുവജനങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനൊരു ദുർമാതൃക വരുന്ന തലമുറയ്ക്ക് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വരമേൽത്ത് പറഞ്ഞ ഹല്ലേലൂയ. എന്നിട്ട് 25-ാമത്തെ വചനം, ഒരു ചെറിയ നിമിഷം കൂടി ജീവിക്കാൻ വേണ്ടി എൻ്റെ ഈ അഭിനയം മൂലം ഞാൻ അവരെ വഴിതെറ്റിക്കുകയും എൻ്റെ വാർദ്ധക്യത്തെ പങ്കിലമാക്കുകയും അപമാനിതവുമാക്കുകയും ചെയ്യും. കാലത്തേക്ക് മനുഷ്യ ശിക്ഷയിൽ നിന്നും എനിക്ക് ഒഴിവാകാമെങ്കിലും സർവശക്തന്റെ കരങ്ങളിൽ നിന്നും ജീവിച്ചാലും മരിച്ചാലും രക്ഷപ്പെടാൻ എനിക്ക് കഴിയുകയില്ല. ഇതാണ് ഏലിയാസർ പഠിപ്പിക്കുന്ന വലിയൊരു സന്ദേശം. അല്പകാലത്തേക്ക് രക്ഷപ്പെടാൻ പറ്റിയാലും പാപം ചെയ്ത് ദൈവം അനുവദിക്കാത്ത മേഖലകളിൽ കൈവച്ചിട്ട് ദൈവിക നിയമങ്ങളെ ലംഘിച്ചിട്ട് അല്പകാലത്തേക്ക് കുഴപ്പമില്ല എന്ന് കരുതി പോയാലും ഇവിടെ എലിയാസർ പറയുക, ജീവിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുക അസാധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകൻ 23:2 വചനം പറയുന്നു, പാപത്തിന് ശിക്ഷയുണ്ട്. അത് അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും, അത് സ്വകാര്യമായി ചെയ്താലും പബ്ലിക്കായിട്ട് ചെയ്താലും, എങ്ങനെ ചെയ്താലും പാപത്തിന് ശിക്ഷയുണ്ട്. ശിക്ഷയുണ്ടാകും. ആര് ചെയ്താലും, അച്ഛൻ ചെയ്താലും കന്യാസ്ത്രീ ചെയ്താലും അപ്പൻ ചെയ്താലും അമ്മ ചെയ്താലും മക്കൾ ചെയ്താലും യുവജനങ്ങൾ ചെയ്താലും ആര് ചെയ്താലും പാപത്തിന് ശിക്ഷയുണ്ട്. ഒരു പാപവും ശിക്ഷിക്കപ്പെടാതെ പോകില്ല. അതാണ് പ്രഭാഷകൻ 23:2 പറയുന്നത്, ഒരു പാപവും ശിക്ഷിക്കപ്പെടാതെ പോകില്ല. ഹല്ലേലൂയ. ഇപ്പൊ പാപം ശിക്ഷിക്കപ്പെടും, ഇത് ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ അനുദപിച്ച് ഏറ്റുപറയാത്ത, അനുഷ്ഠിച്ച കുമ്പസാരത്തെ കൂടി അനുദപിച്ച് ഏറ്റുപറയാത്ത പാപത്തിന്റെ മേൽ പിശാചിന് അധികാരമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. പിശാചിന് അധികാരമുള്ള ഒരു മേഖലയാണ് നമ്മുടെ കുടുംബത്തിൽ. പിശാചിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്, ഒരിടമാണ്. കുടുംബത്തിൽ ആരെങ്കിലും ദൈവിക കൽപ്പനകളെ ലംഘിച്ചിട്ട് അനുദപിക്കാതെ ആ പാപത്തിൽ തുടർന്നാൽ ആ വ്യക്തിയിലൂടെ പിശാചിന് ആ കുടുംബത്തിൽ അധികാരമുണ്ട്. കുടുംബം തകരാൻ, കുടുംബത്തിൽ ദൈവിക സംരക്ഷണം അറ്റുപോകാൻ വേറെ ഒന്നും ചെയ്യണ്ട, ഈ വ്യക്തിയുടെ സാന്നിധ്യം മതി. ഹല്ലേലൂയ. ദൈവിക നിയമങ്ങളെ നമ്മളെപ്പോഴും ദൈവിക നിയമങ്ങളായിട്ട് കാണണം. അതിനെ യാതൊരു വിധത്തിലും ബ്രേക്ക് ചെയ്യരുത്. അതുകൊണ്ടാണ് ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുക. ജീവൻ പോയാലും ദൈവകൽപ്പനകളെ ലംഘിക്കില്ല.
ഇതെങ്ങനെയെന്നറിയാവോ? എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി ഇച്ചിരി ദൈവകൽപ്പന ലംഘിച്ചാലും കുഴപ്പമില്ല, ഇച്ചിരി കാര്യങ്ങളൊക്കെ സുഖകരമാകാൻ വേണ്ടി, ഇച്ചിരിയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ വേണ്ടി, അത് സാത്താൻ ആരാധനയ്ക്ക് പോയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ സാത്താൻ സേവയ്ക്ക് പോയാലും കുഴപ്പമില്ല. കുറ്റൂര് ഞങ്ങൾ ആ തൃശ്ശൂർ ഭാഗത്ത് അങ്ങോട്ടൊക്കെ ഒത്തിരി ഉണ്ട് ഈ സാത്താൻ സേവയും സാത്താൻ ആരാധനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. അവിടെ ചെന്നപ്പോൾ സാമ്പത്തിക ബിസിനസ്സിന് നേട്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഷോയെ കാത്തോളണേ എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നത് സാത്താൻ ആരാധനയ്ക്ക്, സാത്താൻ സേവയ്ക്ക്. ഹല്ലേലൂയ. 2 വഞ്ചിയിൽ കാല് വെച്ചിട്ടുള്ള പരിപാടി നിർത്താൻ സമയമായി. അഭിഷേകം വെളിപ്പെടാത്തതിനും കുടുംബങ്ങളിൽ ദൈവകൃപ വെളിപ്പെടാത്തതിനും കാരണം എന്താണെന്നറിയുമോ? ഈ 2 വഞ്ചിയിൽ കാല് വയ്ക്കുന്നത് കൊണ്ടാണ്. അഭിഷേകം വെളിപ്പെടാത്തതിന്റെ കാരണം അതാ. ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിക്കാൻ ആർക്കും പറ്റില്ല. ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റില്ല. 2 വഞ്ചിയെ കാല് വെച്ച് എന്നാ പറ്റും? പിന്നെ വെള്ളമൊക്കെ ഉള്ള ഏരിയ അല്ലേ. ഞാൻ വരാപ്പുഴ ഭാഗത്തുനിന്നാണ് വരുന്നത്, ചുറ്റും വെള്ളമാണ്. ഇപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ഞങ്ങൾ വീട്ടുകാരുടെ അറിയാതെ വഞ്ചിയിലൊക്കെ കയറാനൊക്കെ പോകും. വഞ്ചിയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടാവും. 2 വഞ്ചിയൊക്കെ അടുപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ ഒരു വഞ്ചിയിൽ നിന്ന് അടുത്ത വഞ്ചിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആ വഞ്ചി അങ്ങോട്ട് അകന്നു പോകും. അപ്പോൾ സംഭവിക്കുന്നത് എന്നാണെന്നറിയാമോ? അത് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഹല്ലേലൂയ. അങ്ങോട്ട് അകന്നങ്ങോട്ട് പോകും. ഒന്നില്ലെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് എടുത്ത് വെള്ളത്തിലേക്ക് എടുത്ത് ചാടും, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന അവസ്ഥ എന്താണെന്ന് വെച്ചാൽ പറയുന്നില്ല. ഇതാ ഇന്ന് പല കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2 വഞ്ചിയിൽ കാല് വെച്ചിട്ട് വിശ്വാസത്തിൽ പോകരുത്. റോമാക്കർക്ക് ലേഖനം 14-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് 23-ാമത്തെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുന്നത് എന്തും പാപമാണ്. നമുക്ക് ഒറ്റ വിശ്വാസമുള്ളൂ, യേശുവാണ് നമ്മുടെ സകല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. ഇതാണ് വിശ്വാസം. ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇതിനപ്പുറത്തേക്ക് ഒരു ശാപത്തിനും പോകാൻ പറ്റില്ല. ഇതിനപ്പുറത്തേക്ക്, കുരിശിനപ്പുറത്തേക്ക് ഒരു പാപത്തിനും പോകാൻ പറ്റില്ല. കുരിശിനപ്പുറത്തേക്ക് ഒരു രോഗത്തിനും പോകാൻ പറ്റില്ല. കുരിശിനപ്പുറത്തേക്ക് ഒരു പാപിക്കും പാപത്തിൽ കടന്നു പോകാൻ പറ്റില്ല. അവൻ വിശുദ്ധനായി കുരിശ് പിന്നിട്ട് കഴിയുമ്പോ പാപി വിശുദ്ധനായിട്ട് മാറാൻ തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ വിശ്വാസം ഇരിക്കുന്നത്. ഇതിനെ ബലി കഴിക്കുന്നതൊന്നിലേക്കും പോകരുത്. വിശ്വാസം ബലി കഴിച്ചിട്ട് ജീവിക്കാൻ തീരുമാനിക്കാതെ ജീവിതം ബലി കഴിച്ചിട്ട് വിശ്വാസത്തിൽ ജീവിക്കാൻ, മരിക്കാൻ, അതാണ് രക്തസാക്ഷികൾ നമ്മളെ പഠിപ്പിച്ചത്.